ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്കിൻ വൈറ്റനിങ് ക്രീമുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്കിൻ വൈറ്റനിങ് ആൻറ്റി ഏജിങ് ക്രീമാണ് കേട്ടോ. ഇത് വന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷനും, ഓപ്പൺ പോർട്സ് ഒക്കെ ഷ്രിങ്ക് ചെയ്ത് നല്ലൊരു കൊറിയൻ സ്കിൻ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കൊറിയൻ സ്കിൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഉടനെ ഓർമ്മിക്കുക കൊറിയൻകാരുടെ സ്കിൻ പോലെ. നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊറിയൻ സ്കിൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ക്ലിയർ ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കൊറിയൻ സ്കിൻ കൊണ്ട് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ ആകും എന്നല്ല അതിനർത്ഥം കേട്ടോ. നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല കൊറിയൻകാർ എപ്പോഴും ഉണ്ടാകുന്നത് അവരുടെ സ്കിൻ ഭയങ്കര ഹെൽത്തി ആയിട്ടായിരിക്കും ഇരിക്കുക, എപ്പോഴും നല്ലൊരു ഗ്ലോയോട് കൂടി ഇരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കൊറിയൻ സ്കിൻ കിട്ടും എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നറിയോ? നല്ല ക്ലിയർ ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കൊറിയൻ സ്കിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലരും തെറ്റിദ്ധരിച്ചിട്ട് കൊറിയൻകാരെ പോലെ ആവും എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് കമന്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ആൻറ്റി ഏജിങ് ആയിട്ടിരിക്കാൻ, റിങ്കിൾസ് വരുന്നതിനെ നന്നായിട്ട് കുറയ്ക്കാനും സ്കിൻ നല്ല ടൈറ്റൻ ചെയ്ത് നല്ലപോലെ ഹോൾഡ് ചെയ്തിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ്. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ബാരിയറൊക്കെ നന്നായിട്ട് റിപ്പയർ ചെയ്ത് സ്കിൻ നല്ല റെജ്യൂനുവേറ്റ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരുപാട് പേര് വൈറ്റനിങ് ക്രീമൊക്കെ യൂസ് ചെയ്ത് സ്കിൻ സെൽസൊക്കെ പോയിട്ടിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ക്രീമാണ്. ഹോം മെയ്ഡ് ക്രീമാണ്. നോർമൽ ടെമ്പറേച്ചറിൽ 30 ഡേയ്സ് വരെയും സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ക്രീമാണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്ത് സ്കിൻ കെയർ ചെയ്താലും നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് CTMS റൊട്ടീൻ, അതായത് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്, സൺസ്ക്രീൻ. ഇതിനകത്ത് നമ്മൾ ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്റ്റെപ്പാണ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൺസ്ക്രീൻ്റെ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ UVA UVB റേസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സൺടാൻ അടിക്കുന്നതിൽ നിന്ന് ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ്, ഫൈൻ ലൈൻസ് വരുന്നത് പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് സൺടാൻ അടിക്കാതെ നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ ഏജിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഏജിങ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സൺറൈസിൽ നിന്നാണ്. അപ്പോൾ UVA UVB പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് സ്കിൻ കെയർ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഫോളോ അപ്പ് ചെയ്യേണ്ട ഒന്നാണ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് ഒന്നുമില്ല. 0+ നമ്മൾ പറയില്ലെങ്കിൽ ഒരു 6 month എബോവ് മുതൽ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഓരോ കാറ്റഗറി സൺസ്ക്രീൻ ഉണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമുക്ക് സ്കിൻ ടൈപ്പിന് അനുയോജ്യമായിട്ടുള്ളതും കുട്ടികൾക്കാണെങ്കിൽ കിഡ്സിൻ്റെ സൺസ്ക്രീനും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു സൺസ്ക്രീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇത് ജോവീസിൻ്റെ സൺഗാർഡാണ്. ഇത് വന്നിട്ട് 3-in-1 മാറ്റ് ലോഷനാണ്. പാരബൻ ഫ്രീ ആണ്. അതുപോലെ തന്നെ SPF 60 ഉണ്ട്, PA triple+ ഉണ്ട്, UVA UVB പ്രൊട്ടക്ഷൻ ആണ്. നല്ലൊരു ഈവൻ സ്കിൻ ടോൺ തരാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മോയ്സ്ചറൈസിങ് ബാലൻസ് ആണ്. അതായത് നമ്മുടെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഹൈഡ്രേഷൻ തരാനും ഹെൽപ്പ് ചെയ്യും. ഇതിപ്പോൾ അത്യാവശ്യം നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആമസോണിലും നൈക്കയിലും ജോവീസിൻ്റെ വെബ്സൈറ്റിലും ഒക്കെ അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന സൺസ്ക്രീൻ എന്നൊന്നുമില്ല, നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് ജോവീസ് ആണെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാം. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് UVA UVB പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സൺസ്ക്രീൻ ആണ്. അതുപോലെ തന്നെ PA triple+ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. നല്ലൊരു ഈവൻ സ്കിൻ ടോണാണ്. വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ജസ്റ്റ് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സണ്ണിലേക്ക് ഇറങ്ങുന്നതിന് ഒരു ബിഫോർ ഒരു 15 minutes മുന്നെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഫേസിൽ മാത്രമല്ല, സൺടാൻ അടിക്കുന്ന ഏത് ഏരിയയിൽ, കൈ ആയാലും കാലായാലും ഫേസ് ആയാലും നെക്കായാലും എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യുക. കണ്ടില്ലേ, ഇത് വൈറ്റ് കാസ്റ്റോ അങ്ങനെയുള്ള ഒരു സൺസ്ക്രീൻ അല്ല കേട്ടോ. ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവും. നല്ല പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര പെട്ടെന്നാണ് ബ്ലെൻഡ് ആയിരുന്നുണ്ടോ. കണ്ടോ, വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതായത്
കറക്റ്റായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഒട്ടും തന്നെ ഗ്രീസി അല്ല, നോൺ ഗ്രീസി ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യാം. പിന്നെ ചിലർക്ക് വൈറ്റ് കാസ്റ്റ് പോലെ തോന്നും. ചിലപ്പോൾ ഈ ജോബി സെൻറ്ററിൻ്റെ പല വെറൈറ്റി ഉണ്ട്, അതിലേതെങ്കിലും ആണോ നമ്മൾ യൂസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ പല സ്ഥലത്തും കമൻസ് കണ്ടിട്ടുണ്ട് കേട്ടോ, ചിലർക്ക് വൈറ്റ് കാസ്റ്റ് ഉണ്ടാവുമെന്ന്. പിന്നെ ഇതിനകത്ത് പറഞ്ഞ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്കിൻ ടൈപ്പും പല രീതിയിലുള്ളതാണ്. ചിലർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വൈറ്റ് കാസ്റ്റ് പോലെ തോന്നാം. ഇപ്പോൾ നമ്മുടെ ന്യൂട്രിജീനിയുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് വൈറ്റ് കാസ്റ്റ് ഇല്ല, എന്നാൽ പലർക്കും അത് വൈറ്റ് കാസ്റ്റ് ഉള്ളതായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്കിന്നിൻ്റെ ഒരു ഇഷ്യൂ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇതിന് വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് കണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി സൺസ്ക്രീൻ നമ്മൾ ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിലും സൺ എക്സ്പോസ് ആവുന്ന ഏരിയയിലാണ് അപ്ലൈ ചെയ്യാനുള്ളത്. 2 hours കൂടുമ്പോൾ അല്ലെങ്കിൽ 3 hours കൂടുമ്പോൾ അപ്ലൈ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പുറത്താണെന്നുണ്ടെങ്കിൽ, അതല്ല നമ്മൾ പിന്നെ കിടത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെയുള്ള ഫീൽഡ് വർക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പെട്ടെന്ന് വരും, റിങ്കിൾസ് ഒക്കെ പെട്ടെന്ന് വരും, ഏജിങ് പെട്ടെന്നാവാനും നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്തില്ലെങ്കിൽ ഇത് ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എങ്കിലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോസെല്ലാം മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു ആൻറ്റി ഏജിങ് ഒരു സ്കിൻ റിപ്പയർ ക്രീമിന് വേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് റോസ് പെറ്റൽസ് ആണ്. അപ്പോൾ നമുക്ക് ഏത് റോസാപ്പൂവിൻ്റെ പെറ്റൽ വേണമെങ്കിലും എടുക്കാം. അതിപ്പോൾ എന്ന കളറൊന്നുമില്ല, നാടൻ പൂവാണ് കിട്ടണമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തി എടുക്കുന്ന പൂവുണ്ടല്ലോ, അതുണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് എടുക്കാം. ഞാൻ ഏകദേശം ഒരു 10 പൂക്കളാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കുക കേട്ടോ. ചിലപ്പോൾ എല്ലാവർക്കും 10 എണ്ണം കിട്ടണമെന്നില്ല, എങ്കിൽ ആ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ തന്നെ തയ്യാറാക്കാനായിട്ട് നോക്കുക. എത്ര കിട്ടുമോ അത്ര എടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കാനായിട്ട് മറക്കരുത്. ജസ്റ്റ് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു 2 ഗ്ലാസ് വെള്ളം എടുത്ത് അതിനകത്തേക്ക് ഈ ഒരു റോസ് പെറ്റലെല്ലാം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ എടുത്തേക്കുന്നത് 1 പിടി റൈസാണ്. പച്ചരി എടുക്കാം, ബസുമതി റൈസ് എടുക്കാം, നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന റൈസ് വേണമെങ്കിലും എടുക്കാം. അത് 1 പിടി എടുത്തതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തത് നമ്മൾ എടുത്തേക്കുന്നത് നമ്മുടെ ഫ്ലാക്സ് സീഡാണ്. ഇതും നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അത് 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡാണ് എടുത്തേക്കുന്നത്. അതും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ച് നല്ലപോലെ തിളപ്പിക്കുക. ഇത് തിളപ്പിച്ച് വറ്റി വരുമ്പോൾ ഏകദേശം മാക്സിമം ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ ഈ ഒരു അരിയും ഫ്ലാക്സീഡും ഈ പാത്രത്തിന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇളക്കാണ്ടിരിക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഞാനൊരു പരുവം പറഞ്ഞുതരാം. ഏകദേശം ഒരു നൂൽ പരുവം എന്ന് പറയില്ലേ, ഇതാ ഈ ഒരു പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പം തന്നെ അരിച്ചെടുക്കാനും നോക്കുക കേട്ടോ. തണുത്തതിന് ശേഷം അരിച്ചെടുക്കാൻ നിന്നാൽ അരിക്കാൻ ഭയങ്കര പാടായിരിക്കും. നമുക്ക് ഈ ഒരു ഫ്ലാക്സീഡ് കൊണ്ട് ആഡ് ചെയ്തുകൊണ്ട് ഭയങ്കര ജെല്ലി ആയി പോവും. അതുകൊണ്ട് തണുക്കാൻ വെയിറ്റ് ചെയ്യാതെ ആ ചൂടോടുകൂടി തന്നെ അരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ഒരു അരിപ്പിലോ അല്ലെങ്കിൽ തുണിയിലോ അരിച്ചെടുക്കാം. അപ്പോൾ ഫ്ലാക്സീഡ് ഉള്ളതുകൊണ്ട് അധികം തരികൾ നമുക്ക് വരില്ല, കാരണം അതിങ്ങനെ തടഞ്ഞു നിർത്തും. അപ്പോൾ കൊഴുത്ത കൺസിസ്റ്റൻസി ആയതുകൊണ്ട്. അപ്പോൾ തുണിയിലാണെങ്കിൽ കുറച്ച് പാടായിരിക്കും, ചൂടുകൊണ്ടാണെങ്കിൽ പെട്ടെന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തുണിയിലോ അരിപ്പയിലോ നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ അരിച്ചെടുത്തപ്പോൾ അതാ കണ്ടു, ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണും കുറച്ചും കൂടിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കുറച്ച് എന്താ പറയുക, ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ജസ്റ്റ് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കാണിച്ചു തരാം കണ്ടോ. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലാക്സീഡിൻ്റെ ഒരു ജെല്ലി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് കാണാൻ പറ്റുക കണ്ടോ. അപ്പോൾ ഞാൻ ഏകദേശം 3 ടേബിൾ സ്പൂൺ മാത്രം എടുത്തിട്ട് ബാക്കി കുറച്ച് വന്നിട്ടുള്ളത് ഞാൻ എടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഇത് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങളിത് നേരത്തെ അതായിരിക്കും കാണുക, അതല്ലെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷമായിരിക്കും അത് കാണുക. എന്തായാലും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വേറൊരു വീഡിയോയും കൂടി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ വഴിയെ കാണിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ആ ഒരു ജ്യൂസിലേക്ക് 2 ടേബിൾ സ്പൂൺ അലോവേര ജെല്ലാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഇനി അലോവേര ജെൽ ഇല്ലാത്തവർക്ക് കുക്കുംബർ ജെല്ല് ചേർക്കാം, ഫ്ലാക്സീഡ് ജെല്ല് ചേർക്കാം, അതല്ലെങ്കിൽ ഓറഞ്ച് ജെല്ല്, ഹിബിസ്കസ് ജെല്ലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ജെൽ ബേസിൽ വരുന്ന എന്ത് വേണമെങ്കിലും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു 2 ടേബിൾ സ്പൂൺ. ഇതില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അലോവേര ജെല്ലും മറ്റുള്ള ജെല്ലൊന്നും ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഫ്ലാക്സീഡ് ജെല്ല് ഇതിനകത്തുണ്ടല്ലോ. അതിനുശേഷം എന്തെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, ആഗ്നി വരുന്ന സ്കിൻ ടൈപ്പ് ആണെങ്കിൽ മാത്രം. പിന്നെ ഞാൻ കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് ഞാൻ റോസ് വാട്ടറും അതുപോലെ ഇപ്പോൾ പിന്നെ നമ്മുടെ ഗ്ലിസറിനും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് എക്സ്ട്രീം ഡ്രൈ സ്കിന്നുകാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇതിനകത്തേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം.
എക്സ്ട്രീം ഓയിലി സ്കിൻ ആണെങ്കിൽ ഗ്ലിസറിനും വേണ്ട, റോസ് വാട്ടർ മാത്രം മതി. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കുറച്ചധികം ടൈം എടുക്കും മിക്സ് ചെയ്യാനായിട്ട്. ഏകദേശം 5 മിനിറ്റിന് മേലെ മിക്സ് ചെയ്യാൻ മാത്രം ടൈം എടുക്കും. എന്നിട്ട് നമ്മൾ ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. നോർമൽ ടെമ്പറേച്ചറിൽ 30 ഡേയ്സ് വരെ ഇരിക്കും. നനഞ്ഞ കൈ കൊണ്ടൊക്കെ എടുത്താൽ പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ വെക്കുക കേട്ടോ. ഡെയിലി നൈറ്റിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. പകൽ സമയത്ത് മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഫോളോ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് യൂസ് ചെയ്താലും റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ നമ്മളിത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയറും കൂടി ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്കിൻ റിപ്പയർ ക്രീമും കൂടിയാണ് കേട്ടോ. ഒന്ന് യൂസ് ചെയ്യണമെങ്കിൽ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്രീം തയ്യാറാക്കിയെന്നുള്ള കാര്യം കണ്ടില്ലേ. നല്ല അടിപൊളി ഒരു ലൈറ്റ് പിങ്ക് കളറിലാണ് കിട്ടുന്നത്. നമ്മുടെ റോസ് പെറ്റൽസിൻ്റെയാണ്. ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്രീം അപ്ലൈ ചെയ്യേണ്ടത് കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക. നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിലും നെക്കിലും മതി. ഫുൾ ബോഡിയിലും ആണെങ്കിൽ നമുക്ക് ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ക്രീമൊക്കെ തേച്ച് പണിയിട്ടവർക്ക് സൂപ്പറായിട്ടുള്ളൊരു ക്രീമാണ്. ബാരിയറൊക്കെ നന്നായിട്ട് റിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഗ്ലോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി നൈറ്റിൽ യൂസ് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞു മതി, പകൽ സമയത്ത് നമ്മൾ മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് യൂസ് ചെയ്താലും റിസൾട്ട് കിട്ടുള്ളൂ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് യൂസിൽ മാത്രം ചിലപ്പോൾ ഒരു ബ്രൈറ്റ്നസ് ആണ്, പിന്നെ വീണ്ടും പഴയ പോലെ ആവുന്നു. അത് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന റിസൾട്ടാണ്. അത് നിലനിൽക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ കെയറും കൂടി ഫോളോ ചെയ്യണം. സൺസ്ക്രീൻ യൂസ് ചെയ്യുക, ക്ലെൻസിങ് യൂസ് ചെയ്യുക, ടോണർ യൂസ് ചെയ്യുക, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ആണ്. അത് നമ്മൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം.